ഈ ഉമ്മത്ത് ഇന്ന് പറഞ്ഞു പറഞ്ഞ് അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കുന്നൊരവസ്ഥയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയാൽ എനിക്ക് പുറത്തു തരേണമേ എന്ന് പറയേണ്ടത് ആരോടാ? ഒരാൾക്ക് പോലും എതിരഭിപ്രായം ഉണ്ടാവില്ല, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടാണ്. എന്നാൽ ഇന്ന് പല മാലകളിലും മൗലൂദുകളിലുമൊക്കെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമായിട്ടാണ് എണ്ണുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിട്ടാണ് എണ്ണുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഓതുന്ന ഒരു മൗലൂദാണല്ലോ മങ്കൂസ് മൗലിദ്. ഒരു പക്ഷേ അത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല, ആ ഒരു പേര് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ആരാണ് ഈ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത്? ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയത്? ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറയാ. കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മങ്കൂസ് മൗലിദിന്റെ വാചകം പറഞ്ഞപ്പോ ഉടനെ ഒരാൾ പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മൗലൂദല്ലേ, പിന്നെന്താ ചൊല്ലുന്നതിന് പ്രശ്നം? ഒട്ടുമിക്ക സാധാരണക്കാരായ ആളുകളും വിചാരിക്കുന്നത് ഈ മങ്കൂസ് മൗലിദ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷറഫുൽ അനാം മൗലിദ്, ഇങ്ങനത്തെ പല മൗലിദുകൾ, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, അതിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വെറുതെ ഒന്ന് അടിച്ചു നോക്കാം, അതാരുണ്ടാക്കിയത്? കേരളത്തിലുള്ള ഒരു മനുഷ്യൻ, സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ആ വ്യക്തി ഉണ്ടാക്കിയതാണത്രേ ഈ ഒരു മങ്കൂസ് മൗലിദ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയതാണ്. പക്ഷെ ആളുകൾ അതിന് കൊടുക്കുന്ന സ്ഥാനം എത്രയാണ്, അതിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്? ആ പ്രാധാന്യങ്ങളൊക്കെ പോകട്ടെ, അതിലുള്ള വരിയുടെ അർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്താ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇങ്ങനെ ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മളൊന്ന് ചോദിച്ചു നോക്കണ്ടേ? എന്താ ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താ? ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞാനിതാ പ്രവാചകരെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് ഞാനിതാ വാഹനം കയറിയിരിക്കുന്നു, എന്റെ അടുക്കൽ തെറ്റുകുറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സയ്യിദായിട്ടുള്ള പ്രവാചകരെ എന്റെ പാപങ്ങൾ നിങ്ങൾ പുറത്തു തരണമേ. പാപങ്ങൾ പുറത്തു തരേണ്ടതാരാ? അല്ലാഹു. അതറിയാത്ത ഏതെങ്കിലും ഒരു സാധാരണക്കാരനത്. എന്തുകൊണ്ടാ ഇത് അറബിയിൽ പറയുന്നത്? സാധാരണക്കാർക്ക് അറബി അറിയൂല. ഇതിന്റെ അർത്ഥം ചോദിച്ചാൽ ഒരു പക്ഷേ പല ആളുകൾക്കും അവരുടെ പല ഉദ്ദേശങ്ങളും ഇല്ലാതായി പോകും, ആ നേട്ടങ്ങളില്ലാതായി പോകും. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. നമ്മുടെ നാടുകളിൽ ചൊല്ലുന്ന പല മൗലിദുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാന്റെ സ്ഥാനത്തേക്ക് എത്തിക്കണത്. ഒരു പക്ഷേ ഷറഫുൽ അനാം മൗലിദ് എന്നുള്ള ഒരു മൗലിദ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിലും ഇതുപോലത്തെ പദങ്ങൾ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലുകൽ ജമ്മൽ ഗഫീറു, ഇങ്ങനെ തുടങ്ങുന്ന ഒരു 4 വരിയുണ്ട്. അതിന്റെ അർത്ഥം മാത്രം ഞാൻ പറയാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബഷീറും നദീറുമായിട്ടുള്ള റസൂലേ, അങ്ങയെക്കുറിച്ച് ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ സാധുവായ അങ്ങയുടെ അടിമ, അബ്ദുക, അബ്ദ് എന്ന് പറഞ്ഞ അടിമ, അബ്ദുക നിങ്ങളുടെ അടിമ, പ്രവാചകരെ നിങ്ങളുടെ അടിമയാണ് ഞാൻ. അങ്ങനെയുള്ള അടിമ അവിടുത്തെ ഔദാര്യത്തെ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഔദാര്യം ഞാൻ ആഗ്രഹിക്കാണ്. അതുകൊണ്ട് എന്നെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ആരോടാ പറയേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇതൊരു സംഘടനാ സങ്കുചിതത്വത്തിൽ നമ്മൾ മനസ്സിലാക്കണ്ട. ഈ പറയുന്ന ആ വാചകങ്ങൾ, ഇങ്ങനത്തെ വരികൾ അതിലുണ്ടോന്ന് നമ്മുടെ വീട്ടിൽ മൗലൂദുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഈ പറയപ്പെട്ട മാലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. അതെടുത്തിട്ട് അറബി അറിയുന്ന ഏതെങ്കിലും ഒരാൾ ചെയ്തു ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിരുന്നു ചോദിക്കും. ഇത് നമ്മുടെ വിശ്വാസത്തിനെതിരല്ലേ? ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ വിശ്വാസങ്ങൾക്കെതിരല്ലേ ഇത്? അത് നമ്മൾ മനസ്സിലാക്കണം. ആരെയും കുറ്റപ്പെടുത്താനല്ല, ഒരു പക്ഷേ അറിയാതെയായിരിക്കാം പല സഹോദരങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം എന്നറിയൂല. ഇതൊക്കെ നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കും പലതും ചെയ്യുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ യഥാർത്ഥ ദീനിന് വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെന്ന് സാന്ദർഭികമായി നമ്മൾ ഓർമ്മപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക.
അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.